ഇന്നെൻ്റെ പപ്പായും അമ്മയും ഞാനും ദേവൂട്ടനും കൂടെ ആലപ്പുഴയിലേക്ക് പോവുകയാണ് കേട്ടോ. മുഖ്യ ഉദ്ദേശം എന്ന് പറയുന്നത് ക്ഷേത്ര ദർശനമാണ്. നമുക്ക് 3 അമ്പലങ്ങളിൽ പോകണം. പിച്ചൂട്ടൻ വന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ ഇങ്ങനെ പോവാം. ആലപ്പുഴയിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുറേ ദൂരം ഇങ്ങനെ പാടങ്ങളല്ലേ, ഇങ്ങനെ കണ്ണെത്താ ദൂരത്ത് നിറയെ പാടങ്ങളും നല്ല രസമാണ്. എത്ര പ്രാവശ്യം വീഡിയോ എടുത്താലും നമുക്ക് മതിയാവില്ല. അപ്പോൾ കുറേ ഭാഗമൊക്കെ നമ്മളിങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലേക്കാണ്. നാഗരാജാവിനുള്ളൊരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. 9 ഏക്കർ പ്രദേശത്തായി നിറഞ്ഞു നിൽക്കുന്ന കാവുകൾക്കുള്ളിൽ കിഴക്കോട്ട് ദർശനമായി മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ശിവസർപ്പവും മഹാദേവൻ്റെ കണ്ഠാഭരണവുമായ വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യപ്രതിഷ്ഠകൾ. നാഗരാജാവിൻ്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റ് പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിൻ്റെ നിലവറയിൽ മഹാവിഷ്ണു നാഗവും മഹാവിഷ്ണുവിൻ്റെ ശയനവുമായ നാഗരാജാവായ അനന്തൻ കുടികൊള്ളുന്നു. അനന്തൻ്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം. അപ്പൂപ്പൻ എന്നാണ് ശേഷനാഗം അറിയപ്പെടുന്നത്. മണ്ണാറശാലയിൽ നിന്നും അടുത്തതായി നമ്മൾ പോകുന്നത് കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നായി ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിലേക്കാണ്. പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ സുബ്രഹ്മണ്യ സ്വാമിയാണ്. കൂടാതെ ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, ശ്രീകൃഷ്ണൻ, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, കുരുതികാമൻ, പഞ്ചമി ദേവി, യക്ഷിയമ്മ എന്നിവരും പ്രതിഷ്ഠകളായുണ്ട്. കേരള പഴനി, തെക്കൻ പഴനി എന്നീ പേരുകളിൽ ക്ഷേത്രം അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണിത്. പഴയ തിരുവിതാംകൂർ ദേശത്ത് മഹാക്ഷേത്രങ്ങളായി അറിയപ്പെട്ടിരുന്ന 7 ക്ഷേത്രങ്ങളിൽ ഒന്ന് ഇതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ വിഗ്രഹം, ശൈശവ വൈഷ്ണവ ഭാവങ്ങൾ ഒത്തിണങ്ങിയ പ്രതിഷ്ഠ, കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരം, 3 കൊടിയേറ്റുത്സവങ്ങൾ എന്നിങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ക്ഷേത്രത്തിന്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നഗരത്തിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ വനദുർഗ ഭഗവതിയാണ് മുഖ്യപ്രതിഷ്ഠ. ചക്കുളത്തമ്മ എന്ന് ഭഗവതി അറിയപ്പെടുന്നു. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഭുവനേശ്വരി, ഭദ്രകാളി, പാർവതി തുടങ്ങിയ ആദിപരാശക്തിയുടെ എല്ലാ ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നു. ഉപദേവതകളായി ഗണപതി, ശിവൻ, വിഷ്ണു, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, ഹനുമാൻ, നവഗ്രഹങ്ങൾ,
നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം പ്രസിദ്ധമായ പൊങ്കാല ഇവിടെ നടക്കുന്നു. അങ്ങനെ 3 ക്ഷേത്രങ്ങളിലും ദർശനമൊക്കെ നടത്തി ഞങ്ങൾ തിരിച്ച് കോട്ടയത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.